ശ്രീ എസ് ഡിന്നി, ഇനി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിഷയത്തിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നതാണ്. അമേരിക്കയുടെ ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തെ പൂർണ്ണമായും സ്വതന്ത്രമാക്കാൻ തങ്ങളുടെ ഇടപെടൽ കൊണ്ട് കഴിയുമോ എന്നാണ് അമേരിക്ക നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇറാൻ നിക്ഷേപിച്ചിട്ടുള്ള ബോംബുകൾ നീക്കം ചെയ്യുന്ന ശ്രമകരമായ ദൗത്യത്തിലേക്ക് ഇപ്പോൾ അമേരിക്കയുടെ നാവിക സംഘം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇനി ഇറാനുമായി നമുക്കുള്ളത് ചരിത്രപരമായ ബന്ധമാണെങ്കിൽ ഇറാന്റെ ഈ സംഭവത്തിൽ ഈ ഒരു പരമാധികാര സ്വഭാവമുള്ള രാഷ്ട്രം ഈ വിധം ആക്രമിക്കപ്പെട്ടതിൽ നമുക്ക് വിമർശനപരമായ സമീപനമാണ്, അതായത് അമേരിക്കയും ഇസ്രായേലിനും എതിരായിട്ടുള്ളൊരു സമീപനമാണ് നമ്മുടെ രാജ്യത്തിനുള്ളതെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിൽ നമ്മുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ട സമയമായില്ലേ ശ്രീ എസ് ഡിന്നി? ഏപ്രിൽ 22-ന്, അതായത് ഇക്കഴിഞ്ഞ 22-ന് ഇറാൻ സൈന്യം പിടിച്ചെടുത്ത 2 കണ്ടെയ്നർ കപ്പലുകളിൽ ഒന്ന് ഗുജറാത്തിലെ മുണ്ട്ര പോർട്ടിലേക്ക് വരികയായിരുന്ന എപ്പാമിനോണ്ടാസ് എന്ന കപ്പലാണ്. ഏപ്രിൽ 17-18 തീയതികളിൽ ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച നമ്മുടെ മറ്റൊരു കപ്പൽ, അതായത് ഇന്ത്യൻ പതാക വഹിച്ച ഒരു കപ്പൽ സമാർ ഹെറാൾഡ് എന്ന കപ്പലിന് നേരെ ഇറാൻ സേനയുടെ ഭാഗത്ത് നിന്ന് വെടിവെപ്പുണ്ടായിരിക്കുന്നു. അവിടെ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഇനി ആർക്കാണോ നിങ്ങൾക്ക് സ്വതന്ത്രമായി ഇതിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹമുള്ളത്, നിങ്ങൾ ഇനി നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്നൊരു ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അതാണ് സ്ഥിതിയെങ്കിൽ ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ നിലപാട് പറയാനും ഇടപെടാനുമുള്ള സമയമായില്ലേ? തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനിൽ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്ന് സമാധാനിച്ച് കാത്തിരിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, ഇതിനകത്ത് നമ്മൾ തുടക്കം മുതലേ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയത്തിൽ ഇറാന്റെ പക്ഷത്തും അമേരിക്കയുടെ പക്ഷത്തും 2 പക്ഷം പിടിക്കുകയോ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് നമ്മൾ ഒരിക്കലും ഒരു കാര്യം ചെയ്തിട്ടില്ല. അതേസമയം തെറ്റ് എവിടെയാണ് അല്ലെങ്കിൽ ആ രീതിയിലുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇറാന്റെ അഗേൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ആദ്യ നാളുകൾ നടന്നിട്ട് ഒരു എയർ അറ്റാക്ക്, അതിനകത്ത് ധാരാളം കുട്ടികൾ മരിക്കുകയുണ്ടായി. അപ്പോൾ അതിന് നമ്മൾ ആ രീതിയിലുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു നമ്മൾ അവിടുത്തെ ഇന്ത്യയിലുള്ള ഇറാനിയൻ എംബസിയിൽ പോയി നമ്മൾ അവരുടെ സപ്പോർട്ട് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേരത്തെ ചോദിച്ച പോലെ 2 ഷിപ്പും ഈ 2 ഷിപ്പും ഇന്ത്യയുടെ തന്നെ തടഞ്ഞത് അത് ഇറാൻ തന്നെ ആണെങ്കിൽ തന്നെയും, പക്ഷെ അവിടെ ഒരു മനഃപൂർവ്വമായിട്ട് ഇറാൻ കരുതിക്കൂട്ടി ഇന്ത്യയുടെ തന്നെ പിടിക്കണം എന്നുള്ള രീതിയിലല്ലായിരുന്നു. ഇതിൻ്റെ വെച്ചാൽ ഒരു ഫോഗ് ഓഫ് വാർ എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. കാരണം ഒരു സമയത്ത് തന്നെ പല രീതിയിലുള്ള മെസ്സേജിങ് ആണ് നടക്കുന്നത്. ഇപ്പം ഈ ഒരു സീസ് ഫയറിന്റെ ഒരു ഡിസ്കഷൻ നടക്കുന്നതിന്റെ ഒരു 3-4 ദിവസം മുമ്പാണല്ലോ താങ്കൾക്ക് അലോസരം തോന്നരുത്. അതായത് ഇതിനു മുൻപ് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾ അപകടം കൂടാതെ അതിലൂടെ കടന്നു വന്നിരുന്നു. ഓക്കെ, അതാണ് ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നോക്കൂ. ഫസ്റ്റ് ഇറാന്റെ ഭാഗത്തു നിന്നായിരുന്നു ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഒരു ബ്ലോക്കേഡ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു ഞങ്ങൾ ചില രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് തുറന്നു കൊടുക്കും. അതിനകത്ത് ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു, വേറെ എനിക്കൊന്ന് ബംഗ്ലാദേശ് മാത്രമായിരുന്നു ഉള്ളത്. അങ്ങനെ ഈ പാകിസ്ഥാനുണ്ട്. അപ്പൊ ഇത്രയും രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ പതാക വെച്ചിട്ടുള്ള ഷിപ്പുകൾ അവിടുന്ന് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു സീസ് ഫയർ എന്നുള്ള നിലയിലേക്ക് വരികയും ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സീസ് ഫയർ ഒക്കെ ചെയ്തു, അപ്പം നമ്മൾ ഒരു അഗ്രിമെന്റിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ഈ രീതിയിൽ വന്നപ്പം ഇറാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്തു, ശരി സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുകയാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു. ഇമ്മീഡിയറ്റ്ലി ഡൊണാൾഡ് ട്രംപ് വന്ന് പറഞ്ഞു, നോക്കൂ ഞങ്ങൾ ഇറാനെ മുട്ടുകുത്തിച്ചു, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് മൊത്തം ക്ലിയർ ആയി, ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറാന്റെ നേവിയെ ഞങ്ങൾ ഇല്ലാതാക്കി. ഇത് കേട്ട ഉടനെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ധാരാളം പ്രഷർ, ഇന്റേണൽ പ്രഷർ തന്നെ വന്നു. ഈ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ വന്ന് പറയേണ്ടി വന്നു, അങ്ങനെ ഒരു എഗ്രിമെന്റും ഞങ്ങൾ US-ആയിട്ട് ചെയ്തിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈവൻ ന്യൂക്ലിയറിന്റെ കുറിച്ചുള്ള എഗ്രിമെന്റ് ആയി എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞത്. അപ്പം ഇറാൻ പറഞ്ഞു അങ്ങനെ ഒരു എഗ്രിമെന്റും ഞങ്ങൾ ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് അടച്ചു എന്നുള്ള രീതിയിലേക്ക് വന്നു. അതിനാണ് മറുപടിയായിട്ട് പിന്നെ അമേരിക്ക പറഞ്ഞു ഞങ്ങളും അടയ്ക്കുന്നു, ഞങ്ങളും ബ്ലോക്കേഡ് ചെയ്യുന്നു. ഈ ഒരു പീരിയഡ്, അതായത് ആദ്യം തുറന്നു പിന്നെ അടച്ചു എന്നുള്ള പീരിയഡ് കൺഫ്യൂഷൻ സമയത്താണ് നമ്മുടെ 2 ഷിപ്പ് അവിടെ വന്നത്. ആ ഷിപ്പിനകത്ത് നമ്മൾ അന്ന് ആ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജിങ് കേട്ടാണ് നിങ്ങളാണ് പെർമിഷൻ തന്നത്. ഇറാന്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾ പെർമിഷൻ ഉണ്ടായിട്ടാണ് നമ്മൾ 2ാമത്തെ ഷിപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ആ കൺഫ്യൂഷന്റെ ഇടയ്ക്കാണ് അത് നടന്നത്. അതല്ലാതെ ഞാൻ കരുതുന്നില്ല മനഃപൂർവ്വമായിട്ട് ഇറാൻ ഭാരതത്തിന്റെ ഒരു ഷിപ്പും പോണ്ട എന്നുള്ളൊരു നിലപാട് എടുത്തോണ്ട്. അതും അതിന്റെ ഉത്തരവാദിത്വം ട്രംപ് തന്നെയാണ്. കാരണം ട്രംപാണ് അത് അവർ ഓപ്പൺ ചെയ്തതാണ്, എല്ലാവർക്കും ഓപ്പൺ ചെയ്തപ്പോൾ ഉടനെ സ്റ്റേറ്റ്മെന്റ് വന്നു, നോക്കൂ ഞങ്ങൾ ഇറാനെ മുട്ടുകൊത്തിച്ചു അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ജയിച്ചു എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും ഇറാൻ അതിന് കൗണ്ടറായിട്ട് ചെയ്തു. ഇപ്പം നിൽക്കുന്നത് അതേ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു പീസിലേക്ക് പോകുന്നില്ല എന്നുള്ള നമുക്കൊരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോഴും ഡൊണാൾഡ് ട്രംപിന് ഇറാനിന്റെ ഈ
അതായത് ഈ പെയിൻ ടോളറൻസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ ഈ ഒരു സഹനശക്തി എത്രമാത്രം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ധാരാളം പെയിൻ ടോളറൻസ് ഉണ്ട്. അവർക്ക് ഇനിയും ധാരാളം കാഷ്വാലിറ്റീസും മറ്റു കാര്യങ്ങളും എടുക്കാം. അത് ട്രംപിന് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരുന്നതെന്ന് അറിയത്തില്ല. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞത് ട്രംപിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, എപ്പോൾ വേണമെങ്കിൽ നിർത്താമെന്ന്. ഇന്ന് സത്യം പറഞ്ഞാൽ അതിന്റെ ഈ എപ്പം നിർത്തണമെന്നുള്ള തീരുമാനിക്കുന്നത് ഇറാനാണ്. കാരണം അവരെ സംബന്ധിച്ചോളം അവർ ഒരു രീതിയിലും എന്താ പറഞ്ഞ ഒരു തോൽവി എന്നുള്ള നിലയിൽ വരാത്ത രീതിയിൽ തന്നെ ആയിരിക്കും അവർ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് നോക്കൂ, നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അമേരിക്ക ഒരു രാജ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചർച്ചയ്ക്ക്. അവർ പറയാണ് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെയാണല്ലോ ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം ഇസ്ലാമാബാദിൽ വരാതിരുന്നത്. US ഇവിടുന്ന് വിടും ആള്, JD വാൻസുള്ള ആളുകൾ വരെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇറാൻ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല, കാരണം ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള അങ്ങ് പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞു. പാകിസ്ഥാൻ വെറും ഒരു ദലാൽ കൺട്രി മാത്രമാണ്. നേരത്തെ എനിക്കൊന്ന് ശ്രീ അഷ്റഫ് പറഞ്ഞതാണ് കറക്റ്റ്. അതായത് അതൊരു ഗിമിക്ക് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഗിമിക്ക്? ഇപ്പൊ അമേരിക്കയും ഇറാനുമായിട്ട് ഡയറക്റ്റ് ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ അമേരിക്ക അവിടെ ഒരു തോൽവി സമ്മതിക്കേണ്ടി വരും. ഡയറക്റ്റ് ആയിട്ടിരുന്ന് സംസാരിച്ചാൽ ഇറാൻ നിങ്ങളെ ടേബിളിൽ കൊണ്ടുവന്നു എന്നുള്ള നിലയിലേക്ക് വരും. അപ്പൊ US വേണ്ടി ആ ഡേർട്ടി ജോബ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് അമേരിക്ക പാകിസ്ഥാനെ ഉപയോഗിക്കുന്നത്. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ചെന്ന് ഇറാന്റെ അടുത്ത് പറയുക, ഇറാൻ പറയുന്ന കാര്യം എടുത്ത് തിരിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാന്റെ റോൾ. അതല്ലാതെ വേറെ ഒരു റോളില്ല. ആ റോളിൽ പോലും ഇറാന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ന്യൂസാണ് അവർക്ക് പാകിസ്ഥാനെ യാതൊരു രീതിയിലും വിശ്വാസമില്ല. അവർ അതിനകത്ത് ന്യൂസിലായാലും ശരി മറ്റു കാര്യങ്ങളും വരുന്നത്, അതായത് അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ എന്താണോ പറഞ്ഞത് അതല്ല പാകിസ്ഥാൻ പോയി അമേരിക്കയിൽ പറയുന്നത്. കാരണം പാകിസ്ഥാന്റെ സ്വഭാവം ജനറൽ അഷ്റഫ് ആസിം മുനീറിന്റെ ഒക്കെ സ്വഭാവം അങ്ങനെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.